നമസ്കാരം. നമസ്കാരം. സാർ മെമ്പറായിട്ടുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനല്ലേ? തീർച്ചയായും ഈ ബൈ ഇലക്ഷനിലാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ 30-ാം തീയതി ബൈ ഇലക്ഷനിലാണ് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ആദ്യത്തെ അതെ സ്വാതന്ത്ര്യദിനമാണ്. അതെ 28-ാം സ്വാതന്ത്ര്യദിനാഘോഷിക്കുന്ന വേളയിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം വയനാട് വലിയൊരു പ്രശ്നമൊക്കെ വന്നാലും സ്വാതന്ത്ര്യദിനം മാത്രം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രസക്തി അത്രത്തോളം വലുതാണ്. അതെ അതെ അതുകൊണ്ട് തന്നെ തീർച്ചയായും സന്തോഷമുണ്ട് ഈ കുട്ടികളോടൊപ്പം ഈ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. ഇന്ന് നമ്മുടെ രാജ്യം 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം മേടിച്ചിട്ട് ഇന്നേക്ക് 78 വർഷമായി. രാജ്യം ഇന്ന് 78ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കണം. ക്രമസമാധാന നില തകിടം മറിഞ്ഞും മറ്റു രാജ്യങ്ങളുടെ ആക്രമണം മൂലം സ്വത്തും സ്വസ്ഥതയും നഷ്ടപ്പെട്ട ജനങ്ങളെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നു. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് എത്ര വിലയുണ്ടെന്നത് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രം: നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം അത് നമ്മൾ മറക്കരുത്. രാജ്യസ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. പ്രത്യേകിച്ച് നമ്മൾ ഈ രാജ്യത്ത് മതേതര രാജ്യമായ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളും ജാതികളും ജാതി വ്യവസ്ഥകളൊക്കെ ഉണ്ട്. എല്ലാറ്റിനും മുകളിലായിരിക്കണം രാജ്യസ്നേഹം. കാരണം നമ്മുടെ രാജ്യത്ത് നമ്മളിന്ന് ജീവിക്കുന്ന ഈ സന്തോഷകരമായ ജീവിതമൊന്നും മറ്റൊരു രാജ്യം നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുകയില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അക്രമങ്ങൾ അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ അസഹിഷ്ണുത പിന്നീട് മറ്റു ശത്രു രാജ്യങ്ങൾ മുതലെടുക്കും. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് തകരുകയും നമ്മളെ സിമ്പിളായിട്ട് മറ്റു രാജ്യങ്ങൾക്ക് കീഴ്പ്പെടുത്താനും സാധിക്കും. ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് രാജ്യസ്നേഹമാണ്. രാജ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ മതത്തെ സ്നേഹിക്കുമ്പോൾ, രാജ്യത്തെ സ്നേഹിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു രാജ്യത്തേക്ക് നമ്മൾ അഭയം പ്രാപിക്കേണ്ടി വരും. ആ അഭയം പ്രാപിക്കുന്ന രാജ്യത്ത് നമ്മളിവിടെ നമ്മുടെ രാജ്യത്ത് ജീവിച്ച പോലത്തെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയില്ല. നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ അവർക്ക് ചിലപ്പോൾ അംഗീകരിക്കണമെന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ഈ രാജ്യത്ത് എല്ലാ ദൈവങ്ങളെയും വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് നമ്മൾ പോകാതിരിക്കണം. നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ടേ കിട്ടുകയുള്ളൂ എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? രാജ്യസ്നേഹമാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണ് നമ്മുടെ സൈന്യവും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയും. അതുകൊണ്ടാണ് നമ്മൾ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ രാജ്യം എത്രാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്? ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കട്ടെ: നമ്മുടെ ജവാന്മാരില്ലെങ്കിൽ നമ്മൾ ഒരാൾ പോലും ഇവിടെ സുരക്ഷിതരല്ല. കാരണം ശത്രു രാജ്യങ്ങളിലെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ജവാന്മാരുടെ കഷ്ടപ്പാടാണ്. അവർ ഉറങ്ങാതിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഞാൻ പലപ്പോഴും നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നുണ്ട് പട്ടാളത്തിന് നേരെയുള്ള നമ്മുടെ ഓരോ പരിഹാസ കമൻറ്റുകൾ. അതൊരിക്കലും ഇനി നമ്മൾ ആവർത്തിക്കരുത്. കാരണം നിങ്ങൾക്ക് ഈ രാജ്യത്തോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ കളിയാക്കുകയില്ല. ഒരു രാജ്യം അതിൻ്റെ തകർച്ചയിലേക്ക് പോണത് ആ രാജ്യത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടുമ്പോഴാണ്. ഒരു കാരണവശാലും ഐക്യമില്ലാതാക്കാനായി ആര് ശ്രമിച്ചാലും നമുക്ക് ഓരോരുത്തർക്കും അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം നമ്മുടെ രാജ്യം ഒന്നായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടാവണം. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, ഓരോ വ്യക്തികളും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി 1, 2 അല്ലെങ്കിൽ 500 ആളുകൾക്ക് വേണ്ടിയിട്ട് അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ള ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്യും. അവർ പറയും നിങ്ങൾക്ക് നല്ല സന്തോഷകരമായ ജീവിതം കിട്ടും, നല്ല രാജ്യങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് ആളുകൾക്ക് വാഗ്ദാനങ്ങൾ നൽകി അവരെ പറ്റിക്കും. എന്നിട്ട് 10-500 പേരോ ചിലപ്പോൾ സന്തോഷം ജീവിക്കാം. പക്ഷെ ഒരു യുദ്ധം നടക്കുമ്പോൾ സാധാരണ രീതിയിൽ നിങ്ങൾ കണ്ടുവരുന്നത് 500 പേരുടെ സന്തോഷത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചു വരുന്നത്. നമ്മൾ കണ്ടു. പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും
നമ്മുടെ രാജ്യത്ത് അങ്ങനെ വരരുത്. കാരണം നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മരിച്ചു പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ നമുക്കൊന്നും നേടാൻ പറ്റുന്നില്ല. നമ്മുടെ രാജ്യം നഷ്ടപ്പെടും, നമ്മുടെ ജീവൻ നഷ്ടപ്പെടും. ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞു വരുന്ന ആളുകളുടെ കാര്യം കേൾക്കരുത്. കാരണം അതൊരിക്കലും ശരിയായി വരുന്നൊരു കാര്യമല്ല. കാരണം നമുക്ക് ജീവിക്കണമെങ്കിൽ സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്. അതിൽ ഒരു ഉദാഹരണ സഹിതം ഞാനൊരു കാര്യം പറയാം. എക്സാമ്പിള്, നമ്മൾ നാട്ടിലെ വഴക്ക് തന്നെ വിട്ടേക്കൂ, ഓരോ കുടുംബങ്ങളിൽ വഴക്കുകളുണ്ട്. എക്സാമ്പിള്, സ്വത്ത് തർക്കങ്ങൾ സംഭവിക്കാറുണ്ട്. കോടിക്കണക്കിന് സ്വത്തുകളായാലും ലക്ഷക്കണക്കിനായാലും ആയിരക്കണക്കിനായാലും തർക്കങ്ങൾ സംഭവിക്കാറുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട്. അതുപോലെ ആണ് ഈ രാജ്യത്തിൻ്റെ കാര്യങ്ങളും. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരാൾ വന്നിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് തീർക്കുകയാണ് കണ്ടുവരുന്നത്. സ്വന്തം വീട് പോലെയാണ് സ്വന്തം രാജ്യം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മുടെ വീട് പണി നടക്കുകയാണ്. തൊട്ടപ്പുറത്തെ വീട്ടിലോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലോ ബന്ധുക്കാരുടെ വീട്ടിലോ നമ്മൾ കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടതായ സാഹചര്യം വരുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സ്നേഹം അങ്ങോട്ട് കുറയും, അവരെ പ്രൈവസി നഷ്ടപ്പെട്ടു എന്ന് അവർ പറയും. അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ ശത്രുരാജ്യം നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളാവും പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരിക. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് സമ്മതമാവില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് എത്താതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്വന്തം വീട് പോലെ തന്നെയാണ് നമ്മുടെ രാജ്യവും. സ്വന്തം വീട് പോലെ സമാധാനവും സന്തോഷവും സൗകര്യമുള്ള നമ്മുടെ ഈ രാജ്യം നമ്മളാൽ കഴിയുന്ന വിധം നിലനിർത്തുക. അല്ലാതെ നമ്മൾ തല്ലുകൂടി പരസ്പരം പ്രശ്നങ്ങളുണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ച് ഉള്ള സന്തോഷം കളയണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. വിജയ് വിശ്വ തിരംഗ പ്യാരാ. ഇന്ത്യക്കാരനും ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും അഭിമാനത്തോടെ ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. നമ്മളും വളരെ ഭാഗ്യമുള്ളവർ തന്നെയാണ്. ഈ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ നാം ഇതിനുള്ള കടപ്പാട്, നമുക്കിത്രയും സന്തോഷമായി ഇങ്ങനൊരു ആഘോഷം നടത്തുന്നതിനുള്ള നമുക്കുള്ള സന്തോഷം, നമുക്കുള്ള കടപ്പാട് അർപ്പിക്കേണ്ടത് നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് തന്നെയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, അദ്ദേഹത്തിൻ്റെ സമരായുധം, അപ്പം നമ്മുടെ കുട്ടികളിൽ തന്നെ ഒരാൾ രാഷ്ട്രപിതാവിൻ്റെ വേഷമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന സമരായുധം നമ്മൾ ഓർക്കേണ്ടത് തന്നെയാണ് അഹിംസയും സത്യാഗ്രഹവുമായിരുന്നു. സത്യാഗ്രഹം എന്നീ സമരായുധ മുറകൾ മുറുകെ പിടിച്ചുകൊണ്ട്, ആയുധങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നമ്മുടെ മഹാത്മാവായ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഝാൻസി റാണി, താന്തിയ തോപ്പി, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നീ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇങ്ങനെ പേര് പറഞ്ഞാൽ കഴിയില്ല, അത്രയും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ മുന്നിൽ ആദരവോടെ നമ്മുടെ പ്രണാമം അർപ്പിക്കേണ്ട ദിവസം കൂടിയാണ് ഇന്ന്. പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി, 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമായി. അവിടെ നിന്നിപ്പോൾ നമ്മൾ 2024 ഓഗസ്റ്റ് 15 എത്തി നിൽക്കുകയാണ്. ഈ പുണ്യദിനത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ധാരാളം നേട്ടത്തിൻ്റെ പടവുകൾ കാണാവുന്നതാണ്. വളരെ സന്തോഷം, അഭിമാനം, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കാവുന്ന ധാരാളം നേട്ടങ്ങൾ നമുക്ക് കാണാം. അതിന് ഉദാഹരണങ്ങളാണ് ചന്ദ്രയാൻ, മംഗൾയാൻ, പിന്നെ അതുപോലെ തന്നെ ആദിത്യ, പിന്നെ പല ക്രിക്കറ്റ് ലോക കിരീടങ്ങളും, അതുപോലെ തന്നെ നല്ല സൈനിക ശക്തിയുള്ള ജവാന്മാരും ഒക്കെ നമുക്ക് നമ്മൾ എത്തിപ്പിടിച്ച നേട്ടങ്ങൾ തന്നെയാണ്. നമ്മുടെ വാർത്താവിനിമയ രംഗം, അതുപോലെ തന്നെ നമ്മുടെ വൈദ്യശാസ്ത്ര മേഖല, വിദ്യാഭ്യാസ മേഖല, എല്ലാ മേഖലകളിലും നമുക്ക് അസൂയ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഏതൊരു വികസിത രാജ്യത്തോടും എത്തി നിൽക്കുന്നതാണ് നമ്മുടെ വൈദ്യശാസ്ത്ര മേഖലയും വിദ്യാഭ്യാസ മേഖലയുമെല്ലാം. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ അഭിമാനം എപ്പോഴും നമുക്കുണ്ടാവണം.
ആഘോഷങ്ങൾ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഈ ത്രിവർണ്ണ പതാക വളരെ സ്നേഹാദരപൂർവ്വം നമ്മൾ കാണേണ്ടതും ഇത് ഉയർത്തുന്ന വേളയിൽ ആ ധന്യ നിമിഷത്തിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ നമ്മുടെ പൂർവികരോടും നമ്മുടെ മാതാപിതാക്കളോടും നമ്മളോടും രാജ്യത്തോടും ഒക്കെയുള്ള നമ്മുടെ കടപ്പാടും സ്നേഹവും നമ്മൾ അർപ്പിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വേളയിൽ നമ്മുടെ മൂല്യങ്ങളും നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന നല്ല സൽസ്വഭാവങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നല്ലൊരു ഇന്ത്യക്കാരൻ, നല്ല രാജ്യസ്നേഹമുള്ള നല്ലൊരു ഇന്ത്യക്കാരനാവുന്നതിനുള്ള പ്രതിജ്ഞ എടുക്കേണ്ട ഒരു അവസരം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ദിനം 1947 ആഗസ്റ്റ് 15-നാണ് ഈ നമ്മുടെ മഹാരാജ്യം ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും മോചിതയായത്. ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പൗരൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നല്ലൊരു സ്വാതന്ത്ര്യ ദിനം ഏവർക്കും ആശംസിക്കുന്നു. നന്ദി. വന്ദനം ഋഷിനാടേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം. ഗാന്ധിജിയും ബുദ്ധനും ശ്രീ വിവേകാനന്ദനും ശങ്കരാചാര്യരും കാട്ടിയ ധന്യനാട് വന്ദനം കോടി വന്ദനം. വിവിധ ഭാഷകൾ വിവിധ ഭൂഷകൾ ഇവിടെ വളരുമ്പോൾ ഭാരതത്തിൽ മക്കൾ പാടും ഒരുമ സംഗീതം. സിന്ധുവിൽ പുളിനെത്തിയിടും ആ മഹർഗീതം. ഗംഗ യമുന ബ്രഹ്മപുത്രയിൽ ഇളകിടും ഗാനം. വന്ദനം ഋഷിനാടേ വന്ദനം, ഭാരതാംബേ വന്ദനം, ഭാരതാംബേ പുണ്യഭൂവേ കോടി വന്ദനം. അധ്യാപകരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യ ദിനം. ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നമ്മൾ ഓരോ ഇന്ത്യക്കാർക്കും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സുദിനമാണ് ഇന്ന്. 1947 ഓഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമായത്. ഒരു പൗരൻ്റെ അവകാശത്തിന്മേലുള്ള അടിച്ചമർത്തലാണ് അടിമത്തം. അതിൽ നിന്നും മോചിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര നായകരായിരുന്നു ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, റാണി ലക്ഷ്മിബായ്, സരോജിനി നായിഡു തുടങ്ങി ഒട്ടേറെ പേർ. അവരുടെ എല്ലാം ത്യാഗമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അത് കളങ്കപ്പെടുത്താതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഈ സുപ്രധാന അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത അനേകം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമർപ്പിക്കാം. അതോടൊപ്പം ഇന്ന് നമ്മുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കുന്ന ധീരജവാന്മാരെയും ഓർക്കാം. ഭാരതമെന്ന് പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം ബന്ധരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ജയ് ഹിന്ദ്. മാനസദസ്സിന് വന്ദനം. ഞാൻ ആദിലക്ഷ്മി. ആദ്യമായി എല്ലാവർക്കും എൻ്റെ 78ാം സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് ആഗസ്റ്റ് 15 എല്ലാ ഇന്ത്യക്കാർക്കും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിനമാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ഒരു മട്ടാൽ പൂട്ടിയിടുന്ന പോലെ. ഇന്ത്യക്കാരെല്ലാം ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹം പോലെ ഒരുപാട് സമരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ബ്രിട്ടീഷുകാരെല്ലാം ഇന്ത്യ വിട്ടുപോയി. അങ്ങനെ നമുക്ക് 1947 ആഗസ്റ്റ് 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. ഇത്രയും
പല വേഷമായാലും പല ഭാഷയായാലും നമ്മൾ ഒന്നാണ് നാം ഇന്ത്യക്കാർ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ ഹിന്ദ്. ഗുഡ് മോർണിംഗ് everyone. Respected principal, teachers, parents and all my dear friends. My name is Muhammad Sharif P.A. I am studying UKGA. I wish you all a very happy Independence Day. Independence Day is our national festival. It is celebrated on 15th August every year. We got freedom on this day. We remember our freedom fighters on this day. I am proud to be an Indian. I love my country very much. Thank you. നന്മയുള്ള ഭാരതം, ഞാൻ പിറന്ന ഭാരതം, നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം. നന്മയുള്ള ഭാരതം, ഞാൻ പിറന്ന ഭാരതം, നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം. ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കോർക്കണം, നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം. ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കോർക്കണം, നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം. ജയ് ഹിന്ദ്. ഒരൊറ്റ ജനമേ മുന്നീറ, ഭാരതമാരെ സ്നേഹിക്കാം. പാറട്ടെ പാറട്ടെ തിളങ്ങ പതാക പാറട്ടെ, പാടിടാം പാടിടാം ജയ ജയ ഗീതകൾ പാടിടാം. സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എന്നും പൊൻപ്രഭ തൂകട്ടെ, സ്വാതന്ത്ര്യത്തിൻ കിരണങ്ങൾ എന്നും പൊൻപ്രഭ തൂകട്ടെ. ചാച്ചാജിയും ഗാന്ധിജിയും കാട്ടിയ പാത നടന്നിടാം. ഭാരതശീലികളെ വരും അഭിമാനത്തോടൊത്തിടാം. സത്യം ധർമ്മം നേടിയെടുത്ത കൈകൾ കോർത്തു ജയിച്ചിടാം. സത്യം ധർമ്മം നേടിയെടുത്ത കൈകൾ കോർത്തു ജയിച്ചിടാം. ഉണർവേകും സ്വപ്നങ്ങൾ ഉഷിരോടൊന്നായി കണ്ടിടാം. വീഴ്ചകളിൽ പതറിയിടാതെ ധീരതയോടെ വളർന്നിടാം. ഒരൊറ്റ ജനമേ മുന്നേറാം, ഭാരതമാരെ സ്നേഹിക്കാം. ഒരൊറ്റ ജനമേ മുന്നേറാം, ഭാരതമാരെ സ്നേഹിക്കാം. भारत माता की जय, भारत माता की जय, भारत माता की जय, माता की जय. भारत माता की जय, 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 भारत माता की जय.
തിരി മക്കളെ കണ്ട് തിരി വയനാട് ദുരന്തത്തെ തുടർന്ന് വലിയ വാദ്യാഘോഷങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സ്വാതന്ത്ര്യദിന കൊടി പറത്തിയും ചെറിയ മധുരമിഠായികളും പാൽപ്പായസവും നൽകി ടീച്ചർമാരും കുട്ടികളും നാട്ടുകാരും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഓരോ വർഷവും നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന നമ്മുടെ പൂർവികർ അവരെ നമ്മൾ ഓരോ നിമിഷവും ആലോചിക്കണം. കാരണം നമ്മളിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ വാങ്ങി തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? അതറിയണമെങ്കിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. അപ്പോൾ ശരിക്കും നമുക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകും. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഓരോ വീരന്മാരെയും നമ്മൾ ആലോചിക്കണം. അവരോട് നമുക്ക് നന്ദി ഉണ്ടാവണം. വളർന്നു വരുന്ന ഓരോ യുവതലമുറകൾക്കും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിച്ച ഓരോ സ്വാതന്ത്ര്യ വീരന്മാരെക്കുറിച്ചും. രാജ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് വരുന്ന തലമുറ അറിയണം, ശക്തരാവണം. കാരണം കഴിഞ്ഞ തലമുറ എങ്ങനെയായിരുന്നു, രാജ്യം ശത്രു രാജ്യങ്ങളുടെ കയ്യിലുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നും എല്ലാ കാര്യങ്ങളും വരുന്ന തലമുറ അറിയുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടിയും
രാജ്യത്തോട് സ്നേഹമുണ്ടാവുകയുള്ളൂ. രാജ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയുള്ളൂ. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് രാജ്യസ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും ജ്ഞാനത്വത്തിൽ ഏകത്വത്തെയും മതസഹിഷ്ണുതയെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ശത്രു രാജ്യത്തിനും നമ്മളെ കീഴ്പ്പെടുത്താനാവില്ല. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി എന്നും നിലനിൽക്കട്ടെ. ജയിക്കട്ടെ ഇന്ത്യ, മുന്നേറട്ടെ ഇന്ത്യ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇതൊരു എപ്പിസോഡുമായി കാണുന്നത് എല്ലാവർക്കും ഗുഡ് ബൈ.